കുട്ടികളെയും യുവാക്കളെയും മാനസികവും ശാരീരികവുമായി കരുത്തരാക്കി സമൂഹം കായികക്ഷമത കൈവരിക്കുന്നതിലൂടെ ലഹരി ഉപയോഗത്തെ പ്രതിരോധിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര കിക്ക് ഡ്രഗ്സ് സേ നോ ടു സ്പോർട്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കുഞ്ഞുങ്ങളിലേക്ക് ലഹരിയെത്തുന്ന മാർഗം തടയണം. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. സ്കൂൾ വിട്ടിറങ്ങി വീട്ടിലെത്തുമ്പോഴേക്ക് വാടിത്തളരുകയാണ് കുട്ടികൾ. അവരെ ഉണർവിലേക്ക് കൊണ്ടുവന്നാൽ അരുതാത്ത ശീലങ്ങളെ തടയാനാകും. സുംബ, നൃത്തം പോലുള്ളവ പരിശീലിക്കുന്നത് കുട്ടികളിൽ ഉണർവുണ്ടാക്കും. എല്ലാ സ്കൂളുകളിലും കായിക മത്സരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി നടപ്പാക്കും. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കുട്ടികൾ കളിക്കളത്തിൽ സജീവമാകട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും അകറ്റി നിർത്താൻ ഏറ്റവും നല്ല മാർഗം അവരെ കായിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണെന്നും കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ശരീരത്തിന് ദോഷമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ശരീരത്തിന് ദോഷമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ യാത്ര കായിക മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. സിവിൽ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി പുതിയ സ്റ്റാൻഡ് വരെയുള്ള വാക്കത്തോണിൽ മന്ത്രി പങ്കെടുത്തു. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA, E ചന്ദ്രശേഖരൻ MLA, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ കളക്ടർ K ഇൻബശേഖർ, ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡി, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ, BV രമേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.